ഫിലിം ഗാരേജിലേക്ക് എല്ലാ മാന്യ സിനിമാ പ്രേമികൾക്കും സ്വാഗതം. മലയാളത്തിന്റെ മോഹൻലാൽ ആദ്യമായിട്ട് സംവിധാനം ചെയ്ത ബറോസ് എന്ന സിനിമയുടെ ആ കാത്തിരുന്ന ഒഫീഷ്യൽ OTT പ്രഖ്യാപനം വന്നിരിക്കുകയാണ്. അത് പ്രകാരം നേരത്തെ പ്രേക്ഷകരെ അറിയിച്ചതുപോലെ ഈ ആഴ്ച സിനിമ തിയേറ്ററുകളിലേക്ക് എത്തി വെറും ഒരു മാസത്തിനുള്ളിൽ സിനിമ OTT റിലീസിനായിട്ട് ഒരുങ്ങുകയാണ്. ക്രിസ്മസ് ദിനത്തിൽ ഡിസംബർ 25-ാം തീയതി കഴിഞ്ഞ വർഷം തിയേറ്ററുകളിലേക്ക് എത്തിയ ലാലേട്ടന്റെ 3D സിനിമ ഇപ്പോഴത്തെ മറ്റന്നാൾ ജനുവരി 22-ാം തീയതി OTT റിലീസ് ചെയ്യുമെന്നാണ് ഇന്ന് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ അറിയിച്ചിരിക്കുന്നത്. മലയാളത്തിന് പുറമെ തമിഴ്, തെലുഗു, കന്നഡ ഭാഷകളിൽ കൂടി സിനിമ ഹോട്ട്സ്റ്റാറിൽ ലഭ്യമാകും. അതേസമയം ഹിന്ദി പതിപ്പിന്റെ OTT പ്രഖ്യാപനം വന്നിട്ടില്ല. അതും വൈകാതെ തന്നെ OTT റിലീസ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം. നിലവിൽ സിനിമയുടെ ഹിന്ദി പതിപ്പ് ഇതിനോടകം തന്നെ യൂട്യൂബിലടക്കം HD പതിപ്പ് ലീക്കാക്കപ്പെട്ടത് നിങ്ങൾ കണ്ടിരിക്കുമല്ലോ. സിനിമ നേരത്തെ തിയേറ്ററുകളിലേക്ക് എത്തിയപ്പോൾ നിരാശാജനകമായ അഭിപ്രായങ്ങളാണ് ലഭ്യമായതെങ്കിലും ഇന്നലെ പോലും സിനിമയ്ക്ക് കേരളത്തിലെ 2 ലക്ഷത്തിലധികം ഗ്രോസ് വന്ന വിവരം ഇന്നലത്തെ വീഡിയോയിലൂടെ പ്രേക്ഷകരെ അറിയിച്ചതാണ്. സിനിമ തിയേറ്ററുകളിലേക്ക് എത്തി കൃത്യം ഒരു മാസത്തിനുള്ളിൽ സിനിമ OTT റിലീസ് ചെയ്യുന്നതിലൂടെ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ വലിയൊരു തുക സിനിമയ്ക്ക് നൽകിയെന്നത് നേരത്തെ പ്രേക്ഷകരെ അറിയിച്ചതാണ്. കഴിഞ്ഞ വർഷത്തിൽ ഏറ്റവും ഉയർന്ന OTT അവകാശങ്ങൾ വിറ്റഴിക്കപ്പെട്ട സിനിമ കൂടിയാണ് ലാലേട്ടന്റെ ബറോസ് എന്നാണ് നിലവിൽ പുറത്തുവരുന്ന വിവരം. ഇപ്പോഴത്തെ ആ റെക്കോർഡ് OTT അവകാശങ്ങളുടെ വിൽപ്പന ശരിവയ്ക്കുന്ന രീതിയിൽ തന്നെയാണ് സിനിമ തിയേറ്ററുകളിലേക്ക് എത്തി വേഗം OTT റിലീസിനായിട്ട് ഒരുങ്ങുന്നത്. 2022 റിലീസ് ചെയ്ത ആറാട്ട് മാറ്റി നിർത്തിയ ലാലേട്ടന്റെ ശേഷം റിലീസ് ചെയ്ത ഒരുപാട് സിനിമകൾ തുടർച്ചയായിട്ട് ഒരുപാട് സിനിമകൾ ഹോട്ട്സ്റ്റാറിലാണ് റിലീസ് ചെയ്തിരിക്കുന്നത്. അവയിൽ ഈ കാണുന്ന എലോൺ പോലും ഇന്ന് ട്രെൻഡിങ് ലിസ്റ്റിൽ ഹോട്ട്സ്റ്റാറിലുണ്ട് എന്ന് പറയുമ്പോൾ ലാലേട്ടന്റെ ഒരു OTT പവർ കൂടി എത്രത്തോളം വലുതാണ് എന്ന് വ്യക്തമാണ്. അപ്പോൾ ഹോട്ട്സ്റ്റാറിൽ തരംഗമാകാനായിട്ട് ബറോസ് എന്ന സിനിമ OTT റിലീസിനായിട്ട് ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. കാത്തിരിക്കൂ കൂടുതൽ ഇതുപോലുള്ള OTT അപ്ഡേറ്റുകൾക്ക്.